അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ പുണ്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനും ആ നന്മകൾക്കനുസരിച്ച് ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ക്രമപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൻ്റെ മാസമാണ് വിശുദ്ധ റമദാൻ. ഈ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതും പഠിക്കുന്നതും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതുമൊക്കെ വലിയ പ്രാധാന്യവും പ്രതിഫലവുമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഖുർആനിലെ 45-ാം അധ്യായം സൂറത്തുൽ ജാസിയയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ജാസിയ എന്ന വാക്കിനർത്ഥം മുട്ടുകുത്തി വീണ് കിടക്കുക എന്നാണ്. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 86 അധ്യായങ്ങൾ മക്കയിലും 28 അധ്യായങ്ങൾ മദീനയിലും അവതരിച്ചതാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. സൂറത്തുൽ ജാസിയ മക്കയിൽ അവതരിച്ച അധ്യായമാണ്. 37 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഏകദൈവത്വം, പരലോകം എന്നീ 2 അടിസ്ഥാന വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കം കേവലാക്ഷരങ്ങൾ കൊണ്ടാണ്. ഹാം മീം. അറബി ഭാഷയിലെ പൊതുവിൽ പറയപ്പെടുന്ന 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ വരുന്നു എന്ന് പറയാറുണ്ട്. ഹാമീം കൊണ്ട് തുടങ്ങുന്ന 7 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. സൂറത്തു ഗാഫിർ, സൂറത്തു ഫുസിലത്ത്, സൂറത്തു ഷൂറ, സൂറത്തു സുഖ്റുഫ്, സൂറത്തു ദുഖാൻ, സൂറത്തുൽ ജാസിയ, സൂറത്തുൽ അഹ്ഖാഫ് എന്നിവയാണ് അധ്യായങ്ങൾ. ഹാമീം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവെ ഹവാമീൻ സൂറ എന്ന് പറയാറുണ്ട്. സൂറത്തുൽ ജാസിയക്ക് മറ്റ് ചില പേരുകളുണ്ട്. അതിലൊന്ന് സൂറത്തു ദഹർ എന്നാണ്. സൂറത്തുൽ ഇൻസാനിനും ഈ പേര് പറയാറുണ്ട്, സൂറത്തു ദഹർ. മറ്റൊരു പേര് സൂറത്തു ശരീഅ എന്നാണ്. സൂറത്തുൽ ജാസിയയിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഏകദൈവത്വത്തെയും പരലോക ജീവിതത്തെയും നിഷേധിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ മനോഹരമായ ചില മറുപടികൾ നൽകുന്നതായിട്ട് ഈ അധ്യായം പഠിച്ചു തീരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആകാശം, ഭൂമി, മനുഷ്യൻ, ജീവജാലങ്ങൾ, രാവ്, പകൽ, മഴ, കാറ്റ്, വായു തുടങ്ങിയ പലതിനെക്കുറിച്ചും ഈ അധ്യായം മനോഹരമായി സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 2 പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് തുടക്കത്തിലും അവസാനത്തിലും. അൽ അസീസുൽ ഹക്കീം. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസുൽ ഹക്കീം. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99. അതിലേറ്റവും ശ്രേഷ്ഠമായ 2 നാമങ്ങളാണ് അൽ അസീസ്, അൽ ഹക്കീം എന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നതും അള്ളാഹുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. വലഹുൽ കിബ്രിയാഉ ഫിസ്സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹക്കീം. മഹത്വം ആകാശലോകത്തും ഭൂലോകത്തും മഹത്വം അള്ളാഹുവിന് മാത്രമാണ്. അവൻ അജയ്യനും അഭിജ്ഞനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നു. സൂറത്തുൽ ജാസിയക്ക് തൊട്ടു മുമ്പുള്ള അധ്യായം സൂറത്തു ദുഖാനാണ്. ഉള്ളടക്കം പരിശോധിച്ചാൽ രണ്ടും ഏറെക്കുറെ ഒരുപോലെയാണ് എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് ചില മുഫസ്സിറുകളൊക്കെ ഇരട്ടക്കുട്ടികളെന്ന് തോന്നും വിധമുള്ള സാദൃശ്യമുണ്ട് സൂറത്തുൽ ജാസിയക്കും സൂറത്തു ദുഖാനിനും എന്ന് പഠിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞു, 28-ാം ആയത്തിൽ നിന്നാണ് അധ്യായത്തിന് ഈ പേര് ലഭിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് മനുഷ്യൻ്റെ കർമ്മപുസ്തകം അവന് നൽകുന്ന സമയത്തെക്കുറിച്ചാണ് ആ ഭാഗം സൂചിപ്പിക്കുന്നത്. അന്നേരം ജനങ്ങളെ
നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ മുട്ടുകുത്തിയവരായിട്ട്. ഞങ്ങൾക്ക് ദുനിയാവല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ അഹങ്കാരത്തോടുകൂടി പറയുന്ന മനുഷ്യൻ, അവനും മരിച്ച് മണ്ണടിഞ്ഞ് മുഴുവൻ ആളുകളെയും പരലോകത്ത് സമ്മേളിപ്പിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹൽ യൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. അന്നേരം ഓരോ സമുദായവും മുട്ടുകുത്തിയതായി നിനക്ക് കാണാം. ഓരോ ജനവും സ്വന്തം കർമ്മപുസ്തകങ്ങൾ നോക്കാൻ വിളിക്കപ്പെടുന്നു. അവരോട് പറയും, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം എന്നിതാ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ചുരുക്കത്തിൽ 28-ാം സൂക്തത്തിൽ വന്ന ഈ ഒരു പദത്തിൽ നിന്നാണ് ഈ അധ്യായത്തിന് ഈ പേര് ലഭിച്ചത്. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ആകാശഭൂമികൾ, പലതരം ജന്തുക്കൾ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, രാവും പകലും, അതുപോലെ തന്നെ വായു, മനുഷ്യൻ്റെ ജന്മം, ഇതെല്ലാം കണ്ണു തുറന്നു നോക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നിഷേധികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയാത്തത്? അതിൻ്റെ ആശയം മുഫസ്സിറുകൾ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഫിസ് സമാവാത്തി വല്ലർദിൽ ആയാത്തിൽ ലിൽ മുഅ്മിനീൻ വഫീ ഖൽഖികും വമാ യബുസ്സു മിൻ ദാബത്തിൻ ആയാത്തുൽ ലിഖൗമി യൂഖിനൂൻ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വതസ്രീഫി റിയാഹി ആയാത്തുൽ ലിഖൗമി യഅഖിലൂൻ. ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. നിഷേധിക്കാൻ തീരുമാനമെടുക്കുകയോ സന്ദേഹത്തിൻ്റെ നൂലാമാലകൾ തന്നെ അലഞ്ഞു തിരിയാൻ സ്വയം ഇഷ്ടപ്പെടുകയോ ചെയ്തവരുടെ കാര്യം ഒന്ന് വേറെ തന്നെയാണ്. അവർക്ക് അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് നന്മകളോ സന്ദേശങ്ങളോ കയറുകയില്ല. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി ആലോചിക്കുന്ന ഒരു മനുഷ്യന് അയാൾ മഴയെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അയാൾ അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. രാവും പകലും ഏറ്റക്കുറച്ചിലുകളോടെ മാറി വരുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് മാത്രം ആത്മാർത്ഥമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കെല്ലാം അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. കണ്ണുണ്ട് കാണുന്നില്ല, കാതുണ്ട് കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. മറ്റൊരു കാര്യം ഈ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രയോജനങ്ങളുണ്ടല്ലോ നിത്യജീവിതത്തിൽ, അതെല്ലാം ഭൗതികമായി ഏതോ അത്ഭുതം കണക്കെ നിങ്ങൾക്ക് ലഭിച്ചതല്ല. അതും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ദേവീദേവന്മാർ നിങ്ങൾക്ക് സജ്ജീകരിച്ചു തന്നതല്ല അതൊന്നും. എല്ലാം അള്ളാഹുവായ നിങ്ങളുടെ ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളാണ്. ഒരാൾ ശരിയാവണ്ണം ചിന്തിച്ചു നോക്കിയാൽ ആ അള്ളാഹു തന്നെയാണ് മനുഷ്യർക്ക് എല്ലാ നന്മകളും ചെയ്യുന്നതെന്നും അതിനാൽ മനുഷ്യൻ നന്ദിയുള്ളവനാകാൻ കടപ്പെട്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നും ഈ അധ്യായം ബോധ്യപ്പെടുത്തി തരുന്നു. ഖുർആന് നേരെ അവർ സ്വീകരിച്ച പലവിധ സന്ദേശങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. അതിനെതിരെയുള്ള ചില മറുപടികളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ലോകത്തിൽ ശ്രേഷ്ഠരായി മാറിയത്. പക്ഷേ ആ അനുഗ്രഹങ്ങളെ അവർ അവമതിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കി നശിക്കുകയും ചെയ്തപ്പോൾ ആ ഭാഗ്യം ഇപ്പോൾ പ്രവാചകനും പ്രവാചകൻ്റെ സമൂഹത്തിനും നൽകിയിരിക്കുന്നു. അവിവേകത്താലും മൂഢതയാലും ഇതിനെ തടയുന്ന ആളുകൾ സ്വന്തം നാശത്തിനുള്ള വഴികളാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് ഇപ്രകാരം നിർദ്ദേശിക്കുന്നു: ദൈവത്തെക്കുറിച്ചൊരു ബോധവുമില്ലാത്ത ആളുകൾ നിങ്ങളോട് കാണിക്കുന്ന കുറേ അവിവേകങ്ങളുണ്ടാവാം, അക്രമങ്ങളുണ്ടാകാം. അതിനെല്ലാം വിട്ടുവീഴ്ചയോടും ക്ഷമയോടും കൂടി നിങ്ങൾ നേരിടണം. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അവരുടെ കഥ അള്ളാഹു തീരുമാനിച്ചു കൊള്ളും. നിങ്ങൾക്ക് ആ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ തെറ്റായ ധാരണയെ അള്ളാഹു വളരെ ശക്തമായി വിമർശിക്കുകയും ചില താക്കീതുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ജീവിതമെന്ന് പറയുന്നത് ഒരു ഘടികാരം പോലെ കുറേ കാലം നടന്ന ശേഷം നിന്നു പോകുന്നു എന്നാണ്. ദുനിയാവ് മാത്രമേ ഉള്ളൂ, നമ്മൾ മരിച്ചു പോകും എന്നൊക്കെയാണ്. ആ മരണത്തിന് ശേഷം
പിന്നീട് നമുക്കൊരു ജീവിതവുമില്ല എന്നാണ് അവരുടെ വാദം. ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവർ പറയും, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പൂർവികരെ ആരെങ്കിലും ഒന്ന് ജീവിച്ചത് കാണിച്ചുകൊണ്ടാണ്. ഇവിടെ ഖുർആൻ വളരെ മനോഹരമായിട്ട് അതിന് പലവിധ മറുപടികൾ നൽകുന്നുണ്ട്. ഒരാൾ ഒറ്റക്കൊറ്റക്ക് അങ്ങനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത്, അങ്ങനെ ഒരു മറുപടി ഒരു പ്രവാചകനും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൽകിയിട്ടില്ല. മുഴുവൻ മനുഷ്യരെയും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും, അവിടെ വിചാരണയുണ്ട് എന്നതാണ്. വളരെ കൃത്യമായ 4 കാര്യങ്ങളാണ് പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില മറുപടികൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് അവരോട് പറയുന്നു, നിങ്ങൾ ഇതൊന്നും പറയുന്നത് ഒരറിവും വെച്ചുകൊണ്ടല്ല, വെറും ഊഹത്തെ ആസ്പദമാക്കിയാണ്. ഗുരുതരമാണ് നിങ്ങളുടെ ആരോപണം. മരണാനന്തര ജീവിതമില്ലെന്നും ആത്മാവ് പിടിച്ചെടുക്കപ്പെടുകയല്ല നശിച്ചു പോവുകയാണ് എന്നും നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. രണ്ടാമത്തെ ചോദ്യം, മരിച്ചുപോയവരാരും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കണ്ടിട്ടില്ല എന്നത് മാത്രമാണല്ലോ നിങ്ങളുടെ വാദത്തിനുള്ള ഒരു കച്ചിത്തുരുമ്പ്. എന്നാൽ മരിച്ചവർ എഴുന്നേൽക്കുകയില്ല എന്നത് നിങ്ങൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മതിയായ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടോ? തെളിവുകൾ നിങ്ങൾക്കുണ്ടോ? ഒരു കാര്യം നിങ്ങളുടെ അനുഭവത്തിലും ദൃഷ്ടിയിലും വരാതിരിക്കുന്നതിന് ആ കാര്യം ഇല്ല എന്ന അറിവ് കിട്ടി എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോഴും അവർക്ക് മൗനമാണ് മറുപടി. മൂന്നാമത്തെ കാര്യം, ഒരാൾ നല്ലവനാണ്, മറ്റൊരാൾ ചീത്തയാളാണ്. ഒരാൾ ധിക്കാരിയാണ്, ഒരാൾ മാന്യനാണ്. മർദ്ദിതനും മർദ്ദകനും എല്ലാവരും ഒടുവിൽ തുല്യരായി തീരുക. എല്ലാവരുടെയും ആത്മാവ് നശിച്ചു പോവുക. പിന്നീട് അവർക്ക് ജീവിതമില്ലാതാവുക. യഥാർത്ഥത്തിൽ ഇത് നീതിയാണോ? നന്മയുടെ സൽഫലവും തിന്മയുടെ ദുഷ്ഫലവും മനുഷ്യന് അനുഭവിക്കാൻ കഴിയണം. യഥാർത്ഥ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്തിലാണ്. പരലോക ജീവിതം കൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് ഏറ്റവും ശരിയായ പ്രതിഫലം നൽകാൻ കഴിയൂ എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. നാലാമത്തെ കാര്യം, പരലോക നിഷേധമെന്നത് കടുത്ത ധാർമ്മിക ച്യുതിക്ക്, അധാർമികതയിലേക്ക്, തിന്മയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. തൻ്റെ ഇച്ഛകളെ, താല്പര്യങ്ങളെ, മോഹങ്ങളെ, അഭിലാഷങ്ങളെ പൂർത്തീകരിക്കാൻ എന്തു വഴിയും സ്വീകരിക്കാം എന്ന ഒരു നിലവാരത്തിലേക്ക് മനുഷ്യനെ അത് കൊണ്ടെത്തിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഇത്തരം ഖുർആനിൻ്റെ വിശദീകരണങ്ങൾക്ക് മുമ്പിൽ അവർക്ക് മറുപടിയില്ല എന്നതാണ് ഈ സൂക്തം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. അവസാനമായിട്ട് അള്ളാഹു ഊന്നിപ്പറയുന്നൊരു കാര്യം, എവിധമാണോ നിങ്ങളെ ജീവിപ്പിച്ചത് ആ അള്ളാഹു തന്നെ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കർമ്മപുസ്തകങ്ങൾ നിങ്ങളുടെ കൈവശം നൽകും. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷകൾ നൽകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേവീ ദേവന്മാരെയോ പുണ്യാത്മാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചു നിങ്ങൾക്ക് രക്ഷ തേടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അത് സാധ്യമല്ല. പരലോക വിശ്വാസത്തോടുള്ള സത്യനിഷേധികളുടെ നിഷേധവും പരിഹാസവും നിങ്ങളെ എത്രമാത്രം ഭയങ്കരമായ ആപത്തിലാണ് അകപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കപ്പോൾ ബോധ്യപ്പെടും. പ്രിയമുള്ളവരെ, തൗഹീദിനെക്കുറിച്ച്, ആഖിറത്തിനെക്കുറിച്ച് വളരെ കൃത്യമായ മനോഹരമായ ചില ആശയങ്ങളാണ്, വിശദീകരണങ്ങളാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായി ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് നല്ലവരായി ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.